ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരമായ ഗോതമ്പും കൊണ്ടുള്ള ഒരു അടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഈ അട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർക്കാം. ഞാനിവർ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല, ഒരു നുള്ളു ഉപ്പ് മാത്രം മതിയാവും. പിന്നീട് നമ്മുടെ ഒരു പഴം, നല്ല പഴുത്ത പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈയും കൊണ്ടൊക്കെ നന്നായി മിക്സ് ചെയ്ത് പഴമൊക്കെ നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം വെള്ളമാണ്. അത് പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവശ്യമില്ല, എങ്കിൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരുപാട് വെള്ളം കൂടിപ്പോവുകയും ചെയ്യരുത്, എന്നാൽ കുറയുകയും ചെയ്യരുത്. ഏകദേശം ഈ ഒരു അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അടുത്തായി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു അല്പം വെള്ളം കൂടി നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കണം. കൈ നനച്ചിട്ട് വേണം, ഇടയ്ക്കിടയ്ക്ക് നനച്ചിട്ട് വേണം നമുക്ക് ഈ അടയൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്, പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തു. ഇനി കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് പരത്തി കൊടുക്കാം. ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ടുള്ള തന്നെ എടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് പരത്തിയെടുക്കുന്ന സമയത്ത് കൈ പൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കണം. അത്ര ആവശ്യമുള്ളൂ. എങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ അത് പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം മേൽവശത്തിനൊക്കെ കളർ ചേഞ്ചൊക്കെ ഒന്ന് വന്നതുകൊണ്ട് ഇനി നമുക്ക് മറിച്ചിടാം. ഏകദേശം ഈ ഒരു ഗോൾഡൻ നിറമാവുന്ന സമയത്താണ് നമ്മൾ മറിച്ചിടേണ്ടത്. ഇനി നമുക്കൊന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഇനി അടുത്ത സൈഡ് ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തിട്ട് വേറൊരു പാനിലോട്ട് മാറ്റിയെടുക്കാം. അതായത് നമ്മുടെ അടയൊക്കെ നന്നായി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട മാവ് എടുക്കുക. അത് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരത്തി കൊടുക്കുക. വെള്ളത്തിൽ മുക്കിയിട്ട് വേണം പരത്തി കൊടുക്കാൻ, നല്ല പരത്താൻ പറ്റുള്ളൂ. നല്ലൊരു ടേസ്റ്റുള്ള ഒരു അടയാണ്. ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ലതുമാണ്, ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.